ഹായ് എവ്രി വൺ, ദിസ് ഈസ് ആൻസി. ഈ മോളിൽ കാണിക്കുന്ന ഡ്രസ്സ് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കട്ട് പീസ് ഇരിപ്പുണ്ടായിരുന്നു. അത് ലെസ് ദാൻ 1 മീറ്ററാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. 90 സെൻറ്റിമീറ്റർ, 1 മീറ്ററിന് 10 സെൻറ്റിമീറ്റർ കുറവ്. ഈ ക്ലോത്തിൻ്റെ ഇറക്കം വന്നിട്ട് 114 സെൻറ്റിമീറ്റർ, 1 മീറ്ററും 14 സെൻറ്റിമീറ്റർ കൂടുതലും. അതുകൊണ്ട് ഞാൻ സ്ലീവ്ലെസ് ആണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അത് കുറച്ച് സ്ലീവായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ലീവ്ലെസ് ആണ് ഞാൻ എൻ്റെ അത് ചെയ്തത്. ഹിപ്പ് പോർഷനിൽ വന്നിട്ട് ഞാൻ ഈ ക്ലോത്ത്സ് കുറച്ച് പീസസ് ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ക്ലോത്ത് കുറച്ച് ചുളുങ്ങിയിരുന്നത് തേച്ചു. ഇപ്പം കാണിക്കുന്നത് വേസ്റ്റ് 9.5ഉം ചെസ്റ്റ് പോർഷൻ വന്നിട്ട് 10ഉം ആണ് എടുത്തേക്കുന്നത്. ഓൾറെഡി ഞാൻ ഷോൾഡറും നെക്കും വരച്ചിട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ വരച്ചത് 7.5 ആം ഹോളും ഷോൾഡറും നെക്കും കൂടെ ചേർന്ന് 7.5ഉം ആണ് ഞാൻ ആദ്യം വരച്ചിരുന്നത്. പിന്നെ സ്ലീവ്ലെസ് ആയ കാരണം കൊണ്ട് ഞാൻ കുറച്ചത് കുറച്ചു. അതാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു വെട്ടിട്ടേക്കുന്നത് കാണാം, ക്രോസ് മാർക്ക് കാണാമല്ലോ. പിന്നെ ഫൈനലായിട്ട് എടുത്തേക്കുന്നത് ടോട്ടൽ 6 ആണ്, ഷോൾഡറും നെക്കും കൂടെ കൂടി. നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 3ഉം 3ഉം ഷോൾഡറിൻ്റെ ഇത് വന്നിട്ട് 3ഉമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ വീനെക്കാണ് കൊടുത്തേക്കുന്നത്. വീനെക്ക് പ്രോപ്പർ വീനെക്കല്ല, കുറച്ചൊരു കാവായിട്ട് കൊടുത്തേക്കാണ്. നെക്കിൻ്റെ ലെങ്ത് വന്നിട്ട് 8 ആണ് നെക്കിൻ്റെ ലെങ്ത് കൊടുത്തേക്കുന്നത്. സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് 8 കൊടുത്തേക്കുന്നത്. വേസ്റ്റിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം. എന്നിട്ട് സ്ലാൻഡായിട്ട് വരച്ചതിന് ശേഷം, എനിക്കധികം സീം അലവൻസ് കൊടുക്കാനില്ല, തുണി കുറവായതുകൊണ്ട് 1/2 ഇഞ്ചൊക്കെ സീം അലവൻസ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഷോൾഡർ കട്ട് ചെയ്യുമ്പോഴത്തേന് കുറച്ച് സ്ലാൻഡായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞാൻ നെക്ക് മൊത്തം കട്ട് ചെയ്ത് കളയുന്നില്ല, കാരണം പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് നെക്കിൻ്റെ വിഡ്ത്ത് കുറച്ച് വ്യത്യാസം വരും. അത് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കൊക്കെയാണ് ഈസിയാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നത് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാമായിരുന്നു, പക്ഷെ തുണി കുറവുള്ളത് കാരണം ഞാൻ സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് ഞാൻ ലെങ്ത് 2 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. സെയിം ആ ഫ്രണ്ട് ക്ലോത്തും കൂടെ വെച്ചിട്ട് സെയിം ആയിട്ട് വരച്ചെടുക്കുന്നു. അതിനുശേഷം കട്ട് ചെയ്യുന്നു. ബാക്ക് ഷോൾഡറും സെയിം സ്ലാൻഡായിട്ട് കട്ട് ചെയ്യണം. ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പം ഞാൻ വേസ്റ്റിന് താഴോട്ടുള്ള ഭാഗമാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുണി കുറവായത് കാരണമാണ് ഞാനിങ്ങനെ പീസസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഈ പോർഷൻ 11 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. സീം അലവൻസും കൂടെ കൂട്ടിയാണ് 11 ഇഞ്ച് എടുത്തേക്കുന്നത്. ഇറക്കം സമമാക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെറിയ പീസൊക്കെ കട്ട് ചെയ്യുന്നത്. പിന്നീട് അതെല്ലാം 11 ഇഞ്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഇനഫ് തുണി ഉണ്ടെങ്കിൽ 11 ഇഞ്ച് കറക്റ്റായിട്ട് എടുത്ത് കട്ട് ചെയ്യാം. ഇങ്ങനെ പീസസ് ഒന്നും ആക്കേണ്ട കാര്യമില്ല. പിന്നീട് താഴത്തെ പോർഷൻ വന്നിട്ട് ഞാൻ ഗ്യാദേഴ്സ് ഇടുകയാണ്. ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം, ബ്ലൂ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അത് ത്രെഡ് വലിച്ച് ആണ് ഗ്യാദേഴ്സ് എടുക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന സാധാരണ മെഷീനായത് കാരണം ഗ്യാദേഴ്സ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഷോൾഡർ പ്രോപ്പറായിട്ട് തയ്ക്കുക. ഇപ്പം നെക്കിൻ്റെ ക്രോസ് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിനെ കറക്റ്റ് ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അരി കടിച്ച് നമ്മുടെ ടോപ്പിലേക്ക് വെച്ചിട്ട് പിന്നുകൾ കൊണ്ട് കുറച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം മാത്രം നെക്ക് സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, നെക്കിൻ്റെ ഫിനിഷിങ് നഷ്ടപ്പെട്ടു പോകും. നെക്ക് ഒന്ന് ഫുൾ റൗണ്ട് അടിച്ചതിന് ശേഷം തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കണം. പതിച്ചടിച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഒന്നെങ്കിൽ ഹെം ചെയ്യുക, അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ച് തന്നെ കൊടുക്കാം. രണ്ടായാലും പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ അകത്ത് മെഷീൻ സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ എൻ്റെ സ്ലീവിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തേക്കുന്നതാണ്.
ക്രോസ് പീസും ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം സ്ലീവിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ശേഷം ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം വീണ്ടും മടക്കി അകത്തോട്ട് വെച്ചിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇച്ചിരി പുറത്തോട്ടാക്കിയിട്ട് വേണമെങ്കിൽ അടിക്കാം, അപ്പോൾ ഒരു പൈപ്പിംഗ് പോലെ നമുക്ക് കാണാം. ഞാനങ്ങനെ ചെയ്തില്ല. സ്ലീവ് അടിച്ചതിന് ശേഷം സൈഡ് അടിക്കുകയാണ്, 2 സൈഡും അടിക്കുകയാണ് ചെയ്യുന്നത്. ഓവർലോക്ക് മെഷീൻ എൻ്റെ കയ്യിലില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ആദ്യം നല്ല വശം കൂടെ ചേർത്ത് ചെറുതായിട്ട് സൈഡിലൂടെ ഒന്ന് അടിച്ചതിന് ശേഷം തിരിച്ചിട്ടാണ് സൈഡ് അടിക്കുന്നത്. അപ്പം ഓവർലോക്ക് ചെയ്യുന്ന പോലെ സെക്യൂർ ആയിരിക്കും. അവസാനമായിട്ട് ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും കൂടെ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് വരച്ചതിന് ശേഷം നമ്മൾ ഷേപ്പ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ കഴിയും ഈ ഒരു ടോപ്പ്. അപ്പോൾ നോക്കിക്കോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.